വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കൈകൾ കോർത്ത് പിടിച്ച് ഒരുമിച്ച് നിന്ന മനുഷ്യരുള്ള ഈ പ്രപഞ്ചത്തിലെ ഒരൊറ്റ നാടിൻ്റെ പേരാണ് കേരളം എന്നത് കൊണ്ടാണ്. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ചും ഒന്നും ആധികാരികമായി പറയാനുള്ള ഒരു കഴിവോ ഒരു അറിവോ ഇല്ലാതെ നിങ്ങളെക്കാളൊക്കെ വളരെ 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 കഴിവ് കുറഞ്ഞ ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുന്നതിന് അർത്ഥമുണ്ടെന്ന് കരുതുന്നില്ല. പിന്നെ വല്ല കലയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പാട്ട് പാടാം എന്ന് വിചാരിച്ചാൽ പാട്ട് പാടും ഞാൻ പലർക്കും അറിയില്ലെങ്കിലും. പക്ഷേ അത് കൂടുതൽ നല്ല കാശൊക്കെ തന്ന് പൊതുവെ വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകളെ വിളിക്കുമ്പോഴാണ് പോകാറുള്ളത്. കാരണം സ്കൂളിൽ പോകാൻ പിള്ളേർക്ക് മടിയുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് കാശ് തന്നിട്ട് പാട്ട് പാടാൻ പറയുമ്പോൾ ഞാൻ പാടി തുടങ്ങുമ്പോൾ പിള്ളേർ പറയും വേണ്ട ഞാൻ സ്കൂളിൽ പോയിക്കോളാം എന്ന് പറയുന്നത്. അതിന് കൊള്ളാം. അതല്ല എങ്കിൽ പിന്നെ ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ക്ലാസിക്കൽ ഡാൻസിൽ ഡോക്ടറേറ്റ് ഹോൾഡറും നർത്തകിയൊക്കെയാണ്. ഒരുപാട് വേദികളൊക്കെ ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് നർത്തകിയാണ്. ഇവിടെ കൊള്ള സ്റ്റേജ് കേരളത്തിൽ നമുക്കറിയാം 90% ക്ലൈമറ്റ് സ്റ്റേജ് അല്ലേ. ഈ 110 രൂപ ഞാൻ ഡാൻസ് ചെയ്താൽ സ്റ്റേജിലും എനിക്കും അപകടമാണെന്നുള്ളത് ചിത്രരചനയെ കുറിച്ച് വല്ല സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നലെ ഒരു ചിമ്പാൻസിയുടെ പടം വരച്ചു